ചിക്കൻ ഫ്രൈ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. 1 കിലോ ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. വലിയ ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് ആവശ്യത്തിന് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഗരം മസാലയുടെ പൊടിയാണ്, 1/2 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. കളറ് ചേർത്ത് കൊടുത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയിൽ തന്നെ കുറച്ച് കളർ ഉണ്ടാവും. പിന്നെ കളറൊക്കെ കേടായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാദാ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നായി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചില സമയങ്ങളിൽ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അത് ഒത്തിരി ഹാർഡായി കിട്ടാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചിക്കനെ പൊരിച്ചെടുക്കാം. തൈര് ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിക്കന് നല്ല സോഫ്റ്റായി കിട്ടും. അതുപോലെ കോൺഫ്ലോറിൻ്റെ പൊടി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. മുമ്പേ നമ്മളത് ചേർത്ത് വെച്ചാൽ നമുക്കിതുപോലെ സോഫ്റ്റായി കിട്ടൂല. ഇനി ചിക്കൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക, തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ തിരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായി ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ചിക്കൻ മുഴുവനും കോരിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടെ ആ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ്.